നമസ്കാരം. വെൽക്കം ബാക്ക് ടു കോഴിക്കോടൻ അടുക്കള. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ട, 2.5 കപ്പ് മൈദ ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുത്തിരിക്കുന്നതാണ്, വെള്ള കസ്കസ്, തേങ്ങാപ്പാൽ ഒരു 250 ml, പഞ്ചസാര, പിന്നെ നമ്മുടെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ കുറച്ച് ഏലക്ക ചതച്ചെടുത്തതും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 250 ml മെഷറിംഗ് കപ്പിൽ എടുത്തിരിക്കുന്ന പഞ്ചസാര കൂടി ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്നത് ഏലക്കയിൽ നിന്ന് പകുതി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചിക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാൻ പോവാണ്. ഈ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഓവർ കരിഞ്ഞു പോവാതെ വേണം ഇത് ചിക്കി എടുക്കാൻ. അപ്പോൾ നമുക്ക് ശരിക്കും സൈഡിൽ നിന്നൊക്കെ മാറ്റി എടുത്ത് വേവിച്ചെടുക്കണം. ഒട്ടും കരിഞ്ഞു പോവാതെ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതേപോലെ ഒരു വിസ്ക് വെച്ച് ഇളക്കുമ്പോൾ നമുക്ക് വലിയ പീസാവാതെ കുഞ്ഞു പീസായിട്ട് തന്നെ കിട്ടും. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇതേപോലെ വിട്ടിട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഏകദേശം ഇത് റെഡിയായി കിട്ടിയെന്ന് മനസ്സിലാവുക. ശരിക്കും വെന്ത് കിട്ടണം. അപ്പോൾ നമുക്കിനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിത് ശരിക്കും ഒന്ന് ചിക്കിയിട്ട് ചൂട് തണിയാനായിട്ട് വെക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറി കിട്ടുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പത്തിരി പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുക്കുകയാണ്. ശരിക്കും നന്നായിട്ട് കുഴച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് 10 ബോൾസ് ആക്കി മാറ്റണം. ഇപ്പം ഞാനിവിടെ 10 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി 10 എണ്ണം ചെറിയ പൂരിയുടെ വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു സൈസിൽ നമുക്ക് 10 പൂരിയും പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം അതേപോലെ 10 പൂരികൾ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ ഈ പൂരി പരത്തുന്നതിന് പകരം വലിയ ചപ്പാത്തിയാക്കി നേരിയതാക്കി പരത്തിയെടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചൊരു ഈസി മെത്തേഡാണിത്. 5 പത്തിരി ഒരേ സമയം പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാം. അപ്പോൾ ഓരോ പത്തിരി വെച്ച് അതിൻ്റെ മുകളിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഓയിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചായിട്ട് മൈദ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം.
അടുത്ത പത്തിരി വെക്കാം. വീണ്ടും ഇതേപോലെ തന്നെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഒരു 6 പത്തിരി വരെ ചെയ്തെടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ ലെയർ ചെയ്താൽ ശരിയാവില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ 5 എണ്ണം വീതമുള്ള 2 എണ്ണം 10 പത്തിരിയല്ലേ ഉള്ളൂ. നമുക്ക് എത്ര പത്തിരി വെച്ചും ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എത്ര ചെയ്യുന്നുള്ളൂ. അപ്പോൾ 4 പത്തിരി വീതം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനത്തെ പത്തിരി കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരുമിച്ച് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മൈദ വിതറിയിട്ട് പരത്തിയെടുക്കാം. പെട്ടെന്ന് തന്നെ പരത്താൻ പറ്റും കേട്ടോ. നമുക്ക് വലിയ പത്തിരി ആക്കിയിട്ട് പരത്തിയെടുത്ത് മുറിച്ചെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഒരുപാട് വലിയതാക്കുന്നില്ല. ഈ പാത്രത്തിലാണ് നമ്മളിവിടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ പാത്രത്തിൻ്റെ മൂടി വെച്ച് അളന്നിട്ട് വേണം നമ്മൾ നോക്കാൻ. ഇതിപ്പോൾ അതിനേക്കാൾ ഒരുപാട് വലുതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പീസൊക്കെ അതിൽ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് അപ്പോൾ ഇത് ശരിക്കും ഒന്ന് ചൂടായി ആവി വരുമ്പോഴാണ് ഇത് മറിച്ചിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഈ പത്തിരി ശരിക്കും ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പത്തിരി ശരിക്കും ചൂടായി വരുന്നുണ്ട്. ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. കരിഞ്ഞു പോവാതെ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ശരിക്കും ചൂടായി വരുമ്പോൾ തന്നെ അതാ പത്തിരികളൊക്കെ അടർന്നു വരുന്നുണ്ട്, വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ അതേ സൈസുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ പാത്രം ഈ പ്ലേറ്റിൻ്റെ സെയിം സൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പ്ലേറ്റ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പാത്രത്തിന് ഒരളവും കാണിക്കാനില്ലെങ്കിൽ പാത്രം തന്നെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ പത്തിരി ഓരോന്നായിട്ട് മാറ്റിയെടുക്കാൻ പോവാണ്. നല്ല തിന്നായിട്ടുള്ള പത്തിരി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്, ഇത്ര തിന്നായിട്ട് പരത്തിയെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷീറ്റൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ മറ്റേ പത്തിരി ഒന്ന് പരത്തിയെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ പത്തിരി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡും ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെ ഇത് എടുത്തു വെച്ചാൽ നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ അരികുകളിൽ ഇട്ട് കൊടുത്താൽ നല്ല ഉയരം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇത് എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചട്ടിപ്പത്തിരിയുടെ ലെയറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് പഞ്ചസാര,
പിന്നെ കുറച്ച് ഏലക്ക ചതച്ചത്. അപ്പോൾ ഇതൊന്ന് ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി ലെയർ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓയിൽ ഒന്ന് ബ്രഷ് വെച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഈ പാത്രം മുഴുവനായിട്ട്. ഇനി നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ഓരോ ഷീറ്റും എടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല തിൻ ലെയറായിട്ട് പരത്തിയാലേ ഈ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് തിക്കായി പോവും. അപ്പോൾ ആ പത്തിരി വെച്ച കൂടെ തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് മുറിച്ചെടുത്ത പീസുകളും കൂടി മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ അരികോശങ്ങളിലായിട്ട് ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര എല്ലാ ലെയറിലും ചേർത്ത് കൊടുക്കണം. കാരണം ഈ പത്തിരിക്ക് നന്നായിട്ട് മധുരം പിടിക്കണമെങ്കിൽ ഇതേപോലെ തന്നെ ചേർക്കണം. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മുട്ട ചിക്കി എടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാ ലെയറിലും ഓരോ സ്പൂൺ ഓയിൽ വീതം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത പത്തിരിയും ഇതേപോലെ വെച്ച് കൊടുക്കാം. നിവർത്തി വെച്ച് കൊടുക്കണം. അതിൻ്റെ പീസും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. പീസ് വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർക്കേണ്ടത്. എന്നാലേ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ മധുരം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പഞ്ചസാര, അപ്പോൾ നമുക്ക് മുട്ടയുടെ മിക്സ്, മുട്ട ചിക്കി വെച്ചത് ശരിക്കും ഇട്ട് കൊടുക്കണം. അതാണ് ഇതിനിടയിലായിട്ട് കടിക്കാൻ വേണ്ടി കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും, നമ്മുടെ മെയിൻ ആണ് നമ്മുടെ കസ്കസ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേപോലെ എല്ലാ പത്തിരിയും നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 9ാമത്തെ പത്തിരിയും വെച്ചിരിക്കുകയാണ്. 9ാമത്തെ പത്തിരി ആകുമ്പോഴേക്കും നമ്മുടെ പീസൊക്കെ തീർന്നു പോയി. ഇനി നമുക്ക് അങ്ങോട്ട് പീസിൻ്റെ ആവശ്യമില്ല. ഇനി നേരത്തെ ചേർത്ത പോലെ തന്നെ പഞ്ചസാര എല്ലാ പത്തിരിയുടെ എല്ലാ ഭാഗത്തും പഞ്ചസാര എത്തുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മുട്ടയുടെ മിക്സ്, അപ്പോൾ നമ്മുടെ അവസാനത്തെ പത്തിരി വെച്ച് ഇതിൻ്റെ അകത്ത് പഞ്ചസാര ഇടരുത് കേട്ടോ. ഇതിൽ പഞ്ചസാര ഇട്ടാൽ ആകെ ഒട്ടിപ്പിടിക്കും. നമ്മുടെ 9ാമത്തെ പത്തിരി വരെ പഞ്ചസാര ഇടാം. അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇതിൽ നമ്മുടെ മുട്ടയുടെ മിക്സ് അങ്ങോട്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് 12 പത്തിരിയോ 14 പത്തിരിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ എളുപ്പത്തിൽ ഒരു 10 പത്തിരിയുടെ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതേ രീതി തന്നെ ആണ് എത്ര ലെയർ ആണെങ്കിലും ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് 10 എണ്ണം വേണ്ടെങ്കിൽ ഒരു 8 എണ്ണം കൊണ്ടും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന ഓയിൽ ഒരു 200 ml കാണും കേട്ടോ.
ഇനി നമ്മുടെ കസ്കസ് ഇത് മുഴുവനായിട്ടും ചുറ്റിച്ചിട്ട് കൊടുക്കണം. കസ്കസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമ്മുടെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി വന്നിരിക്കുന്ന ഈ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും അരികിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അരമണിക്കൂർ ഈ വശം വെന്ത് കിട്ടിയിട്ട് നമുക്കൊരു 1/4 മണിക്കൂർ മറിച്ചിട്ടും വേവിക്കണം. ആദ്യം ഒരു അരമണിക്കൂർ വെന്ത് കിട്ടട്ടെ. അപ്പോൾ നമുക്ക് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്നും കൂടി ശരിയാവാനുണ്ട് കേട്ടോ. ഇപ്പൊ കറക്റ്റ് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പൊ ഇത് ശരിക്കും റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഒരു പ്ലേറ്റ് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് കണ്ടോ, നമ്മുടെ ശരിക്കും റെഡി ആയിട്ടുണ്ട് അടിഭാഗം. ഇനി നമുക്ക് ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് വീണ്ടും ഒന്ന് മറിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ പാത്രം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കട്ടെ. ഇനി നമുക്ക് മറുവശം ഒരു 1/4 മണിക്കൂർ കൂടി വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റും കൂടെ വേവിച്ചെടുത്താൽ ഇത് റെഡി ആയി കിട്ടും. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമുക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റ് വെച്ച് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഒത്തിരി കരിഞ്ഞു പോവാതെ നന്നായിട്ട് സൈഡൊക്കെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗം ഓവർ നെരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ചട്ടിപ്പത്തിരി ഹാർഡായിപ്പോവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നല്ലത്. ഇതിനാവുമ്പോൾ സൈഡും ഒക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. എന്നാൽ മുകൾ ഭാഗം ഒത്തിരി മൊരിഞ്ഞിട്ടുമില്ല. എല്ലാ ഭാഗവും മൊരിഞ്ഞ് വരുമ്പോഴേക്കും ചട്ടിപ്പത്തിരി ഹാർഡായിപ്പോവും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു പീസ് മുറിച്ച് കാണിക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ശരിക്കും നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, എല്ലാ സൈഡിലും മുട്ടയും ഒക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. ഉള്ളൊക്കെ ശരിക്കും വറ്റി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സൈഡൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ എനിക്ക് ഈ റിക്വസ്റ്റ് അയച്ച സബ്സ്ക്രൈബറിന് വേണ്ടി ഞാനിത് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് റെസിപ്പീസ് വേണമെങ്കിലും ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് അറിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യും. അപ്പം തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു.